ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം. പ്രളയം നാശം വിതച്ച ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് സാക്ഷ്യം വഹിച്ച് ആറന്മുള. യുവജന പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട മലയാളികളെ സുരക്ഷിതരായി മടക്കിയെത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 17ാമത് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണിയോടെയാണ് പൂർത്തിയായത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരും മണിക്കൂറിൽ തന്നെയുണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുസഭകളിലും നിന്നുള്ള 781 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുന്നത്. പ്രളയം നാശം വിതച്ച ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത പ്രധാനമന്ത്രി പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. ശക്തമായ മഴയും മണ്ണിടിച്ചിലും നാശം വിതച്ച ഹിമാചലിലെ കാംഗ്രയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെത്തിയത്. ദുരിതബാധിതർക്കൊപ്പം നിലകൊള്ളാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജൽജീവൻ മിഷൻ പദ്ധതികൾക്കായി നബാർഡിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. 8,862 കോടി രൂപയുടെ വായ്പയ്ക്കാണ് തത്വത്തിൽ അംഗീകാരം. ആദ്യഘട്ടത്തിൽ 5,000 കോടി രൂപയുടെ വായ്പ എടുക്കാനാണ് അനുമതി. കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ 2025നും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളയമ്പലത്ത് നിന്നും കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയെ വരവേൽക്കാനായി ആയിരങ്ങളാണ് നഗരവീഥിയിൽ കാത്തുനിൽക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിദേശ വിനോദസഞ്ചാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി റോഡിന്റെ ഇരുവശത്തും എത്തിയിരിക്കുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഘോഷയാത്ര വീക്ഷിക്കുന്നുണ്ട്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ ഫ്ലോട്ടുകളാണ് ഘോഷയാത്രയുടെ പ്രത്യേകത. കൂടാതെ 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയെ ആവേശകരമാക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് സാക്ഷ്യം വഹിച്ച ആറന്മുള. A ബാച്ച് ഫൈനൽ പൂർത്തിയായി. ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉടൻ നടക്കും. A, B ബാച്ചുകളിലായി 50 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുത്തത്. പമ്പാ നദിയിലെ പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് മത്സരവള്ളംകളി. പരമ്പരാഗത പള്ളിയോടങ്ങളുടെ സൌഹൃദ മത്സരമാണ് ഉത്രട്ടാതി വള്ളംകളിയുടെ പ്രത്യേകത. മന്നം ട്രോഫിയും R ശങ്കർ ട്രോഫിയും ഉൾപ്പെടെ 22 എവർ റോളിംഗ് ട്രോഫികളാണ് വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തുന്ന പള്ളിയോടങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. യുവജന പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. സമൂഹമാധ്യമ വിലക്കിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഇന്നലെയുണ്ടായ പോലീസ് വെടിവയ്പിൽ 19 പേർ മരിക്കാനിടയായതിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധങ്ങളാണ് നേപ്പാളിൽ നടക്കുന്നത്. സംഭവത്തിൽ KP ശർമ്മ ഒലി ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് ബാൽകോട്ടിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിക്ക് പ്രക്ഷോഭകർ തീയിട്ടു. മറ്റു മന്ത്രിമാരുടെ വസതികൾക്ക് നേരെയും പ്രക്ഷോഭകർ അക്രമം അഴിച്ചുവിട്ടു. കർഫ്യൂ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടാണ് കാഠ്മണ്ഡു വാലിയടക്കം യുവജന പ്രക്ഷോഭം നടക്കുന്നത്. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നേപ്പാളിലുള്ള ഇന്ത്യൻ പൌരന്മാർ താമസ സ്ഥലത്ത് തന്നെ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നേപ്പാൾ ഭരണകൂടവും ഇന്ത്യൻ എംബസിയും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിക്കും കാഠ്മണ്ഡുവിനുമിടയിലെ വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു.
കാഠ്മണ്ഡുവിലകപ്പെട്ട 40ഓളം മലയാളികളുമായി നിരന്തരം ബന്ധപ്പെടുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. പ്രക്ഷോഭത്തിൽ അകപ്പെട്ടവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നതായും കേരളത്തിൽ നിന്നും പോയവർ സുരക്ഷിതരാണെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിയ 3000-ൽ പരം കൈലാസ് മാനസരോവർ തീർത്ഥാടകരെ സുരക്ഷിതരായി മടക്കിയെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ശ്രീ ജോർജ് കുര്യൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഘടനാ പരിഷ്കരണം ഇലക്ട്രോണിക്സ് IT മേഖലയ്ക്ക് ഉണർവേകുമെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് IT ഹാർഡ്വെയർ മേഖലയ്ക്ക് ഘടനാ പരിഷ്കരണം ഏറെ ഗുണം ചെയ്യും. ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും സ്റ്റാർട്ടപ്പുകൾക്കും അവശ്യവസ്തുക്കൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരള സർക്കാരുകളും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി ഒരുക്കുന്ന കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കോണമി കോൺക്ലേവിലേക്ക് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. ഈ മാസം 18, 19 തീയതികളിൽ തിരുവനന്തപുരം കോവളത്തിലാണ് കോൺക്ലേവ്. KSRTC ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം കൈവരിച്ചതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 10.19 കോടി രൂപയുടെ വരുമാനമാണ് KSRTC ഇന്നലെ നേടിയത്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. പദ്ധതി നടപ്പാക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യം വാങ്ങുമ്പോൾ 20 രൂപ അധികം നൽകണം. കുപ്പിയൊന്നിന് 20 രൂപ വീതം തിരികെ ലഭിക്കും. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള സ്വർണ്ണ ദ്വാരപാലകരെ അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇത് നിർമ്മിച്ച സ്ഥാപനത്തിലേക്ക് അനുമതികളോടെ കൊണ്ടുപോയത്. അവിമതിപ്പുണ്ടാക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നും ദേവസ്വം ബോർഡ് ആരോപിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജയ്ഹിന്ദ് TV ന്യൂസ് ഇൻചാർജുമായ CR മാത്യു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഉദ്യോഗസ്ഥയായ ഷൈനി അലക്സാണ്ടർ ഭാര്യയാണ്. സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം ഉള്ളൂരിൽ ജല അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മറ്റന്നാൾ രാത്രി 10 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെ പരുത്തിപ്പാറ, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ, കൊച്ചുള്ളൂർ മെഡിക്കൽ കോളേജ് എന്നീ ഭാഗങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് UAE-യുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. അതിവേഗ ക്രിക്കറ്റിന്റെ ഏഷ്യൻ രാജാവിനെ നിശ്ചയിക്കാനുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങൾക്ക് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകുമ്പോൾ ടീമുകൾക്കത് 6 മാസത്തിന് ശേഷം നടക്കുന്ന ലോകകപ്പ് 2020യുടെ മുന്നൊരുക്കമായി മാറും. ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടക്കം മികച്ച 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി പൊരുതും. മികച്ച 2 ടീമുകൾ സൂപ്പർ 4ലേക്ക് മുന്നേറും. സൂപ്പർ 4ലെ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയായിരിക്കും ഫൈനൽ യോഗ്യത നിശ്ചയിക്കുക. ഈ മാസം 28-ന് ദുബായിൽ നടക്കുന്ന കലാശപ്പോരിൽ ആരായിരിക്കും ഏഷ്യൻ വെടിക്കെട്ടിന് തീ കൊടുക്കുക എന്ന് കാത്തിരുന്നു കാണാം. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. ഗ്രാമിന് വില 10,000 കടന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയും ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 10,110 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് നേട്ടത്തിൽ 81,101-ലും നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,869-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം. പ്രളയം നാശം വിതച്ച ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് സാക്ഷ്യം വഹിച്ച് ആറന്മുള. യുവജന പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. കാഠ്മണ്ഡുവിലകപ്പെട്ട മലയാളികളെ സുരക്ഷിതരായി മടക്കിയെത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.